നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് CPI-യിൽ നിന്നാണ്. LDF-ൽ നിന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, മുന്നണി മാറ്റം വേണം എന്നാണ് CPI-യിലെ ഇടുക്കിയിലുള്ള ജില്ലാ കൗൺസിലിൽ ആവശ്യം ഉയർന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് തിരുവനന്തപുരത്തെ ഇതുപോലെ തന്നെ അവരുടെ ഒരു കൗൺസിലിൽ LDF സർക്കാരിനെതിരെ വിമർശനമുണ്ടായിരുന്നു. പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ടത് LDF-ൽ നിന്നിട്ട് കാര്യമില്ല, മുന്നണി മാറ്റം വേണമെന്ന ആവശ്യമാണ് ഈ LDF-ലെ പ്രധാന ഘടകകക്ഷികളിൽ ഒന്നായ CPM കഴിഞ്ഞാൽ പിന്നെ അവിടെ വലിയ കക്ഷി CPI ആണ്. CPI-ക്ക് 4 മന്ത്രിമാരുണ്ട്. ഈ 4 മന്ത്രിമാരോടും പരാജയമാണെന്നും പിണറായി വിജയന് കീഴിൽ അവർക്ക് ഇങ്ങനെ മാത്രമേ പ്രകടനം നടത്താൻ പറ്റുമെന്നും അവർക്ക് വിജയിക്കാനാവില്ല എന്ന വിലയിരുത്തലൊക്കെയാണ് അവർ നടത്തിയിരിക്കുന്നത്. ഈ 4 മന്ത്രിമാരും പരാജയമാണ്. LDF-ൽ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, മുന്നണി മാറ്റം ആവശ്യമാണ് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഉയർന്നു വരുന്നത്. മുന്നണി മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് UDF-ലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ NDA-യിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല. മുൻപും ഈ CPI മുന്നണി മാറ്റം നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും, അടിയന്തരാവസ്ഥ കാലത്ത് കേരളം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കോൺഗ്രസും CPI-ഒക്കെ ഒരു മുന്നണിയിലായിരുന്നു. പിന്നീട് അവിടെ നിന്ന് LDF-ലേക്ക് വന്നതാണ്. അപ്പോൾ ഈ മുന്നണി മാറ്റം എന്നത് CPI-യെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യമൊന്നുമില്ല. ആദ്യകാലത്ത് CPI എന്ന പാർട്ടി മാത്രമായിരുന്നു. അതിൽ നിന്ന് വിഭജിച്ചാണ് CPM കൂടി ഉണ്ടായത്. പിന്നീട് അവർ പല തവണ ഇത് രണ്ടും കൂടി ഒന്നാവുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളും മറ്റും നടന്നിട്ടുണ്ടെങ്കിലും CPM അതിനെ പക്ഷേ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അങ്ങനെ എപ്പോഴും ഒരു വല്യേട്ടൻ്റെ കീഴിലുള്ള ഒരു അവരുടെ ദയയിൽ കഴിയുന്ന ഒരു പാർട്ടി എന്ന നിലയിലാണ് കേരളത്തിലെ CPI-യുടെ അവസ്ഥ. പലപ്പോഴും വല്യേട്ടൻ എന്ത് പറയുന്നതോ അതിന് ഏറാൻ മൂളി നിൽക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിൽ CPI അവരുടെ രാഷ്ട്രീയ ശിഷ്ടകാലം കഴിച്ചു പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ നിലയിൽ തുടരാൻ കഴിയില്ല എന്നും മുന്നണി മാറ്റം ആവശ്യമുണ്ടും എന്നും അവർ ചിന്തിക്കാനും അത് ചർച്ച ചെയ്യാനുള്ള പ്രധാന കാരണം തെരഞ്ഞെടുപ്പിലെ പരാജയം മാത്രമല്ല, മറ്റൊരു അപകട അവസ്ഥ കൂടി അവർ മുന്നിട്ട് കാണുന്നുണ്ട്. കുറേ കാലമായിട്ട് ലീഗ് LDF-ലേക്ക് വരാനുള്ള ചില ശ്രമങ്ങളും മറ്റും നടത്തുന്നുണ്ട്. അത് ലീഗ് നടത്തിയാലും കൊള്ളാം, CPM നടത്തിയാലും കൊള്ളാം. ഇത്തരം ചർച്ചകൾ കുറേ കാലമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 2 കാരണമാണ് അതിനുള്ളത്. ലീഗും കൂടെ LDF-ലേക്ക് വന്നാൽ, CPM-ഉം ലീഗും കൂടെ കൂടിയാൽ പിന്നീട് കുറേ കാലം കൂടി കേരളം ആ മുന്നണിക്ക് ഭരിക്കാൻ പറ്റും എന്ന ഒരു തോന്നലിലാണ് അങ്ങനെ ഒരു ചർച്ച കുറേ കാലമായിട്ട് കേരളത്തിലുള്ളത്. അത് ഒരു പരിധി വരെ ശരിയാണ് താനും. ഇപ്പോൾ CPM-ലുള്ള മുസ്ലിം വോട്ടും അതേപോലെ തന്നെ ലീഗിൻ്റെ വോട്ടും കൂടെ ചേർന്നാൽ, പിന്നെ പരമ്പരാഗതമായി CPM-നുള്ള അടിത്തറ വോട്ടും കൂടെ ചേർന്നാൽ ഇനിയും ഏറെക്കാലം കേരളം ഭരിക്കാം എന്ന കണക്കൂട്ടലിലാണ് ലീഗ് LDF-ലേക്ക് വരുന്നു എന്ന തരത്തിലുള്ള ചർച്ച വരുന്നത്. ലീഗ് അങ്ങനെ LDF-ലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും ഔട്ടാവുന്നത് CPI ആയിരിക്കും. കാരണം ലീഗാണ് വരുന്നതെങ്കിൽ CPI-യേക്കാൾ കൂടുതൽ MLA-മാരുള്ള പാർട്ടിയായി ലീഗ് മാറും. അങ്ങനെ വരുമ്പോൾ 2ാം സ്ഥാനം പോലും CPI-ക്ക് കിട്ടില്ല. പിന്നീട് ആ LDF-ൻ്റെ പുറമ്പോക്കിൽ കഴിയേണ്ട ഒരവസ്ഥ CPI-ക്ക് വരും. ഒരുപക്ഷെ ഇത്തരം ചില അവസ്ഥകളൊക്കെ മുന്നിട്ട് കണ്ടുകൊണ്ട്, ഇതൊരു അവസരമാക്കി കണ്ടുകൊണ്ട് ഇപ്പോൾ എന്നാൽ അങ്ങനെ ചർച്ച ചെയ്ത് ഇത് CPM-ഉം കൂടെ ഈ വിവരമറിഞ്ഞ് ഒരു വിവാദമൊക്കെ ആയാൽ, പിന്നെ അതൊരു പ്രശ്നമൊക്കെ ആയാൽ ആ കാരണം പറഞ്ഞുകൊണ്ട് മുന്നണി മാറിയേക്കാം എന്ന ചില തോന്നൽ നിന്നൊക്കെ ആയിരിക്കും ഇപ്പോൾ ഈ ഇടുക്കി കൗൺസിലിൽ ഇത്തരം ആവശ്യമൊക്കെ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് പല CPI നേതാക്കളും അടക്കം പറയുന്ന പലപ്പോഴും അടക്കം പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഈ മുന്നണി സംവിധാനത്തിൽ നിന്നാൽ ശരിയാവില്ല, മുന്നണി മാറേണ്ടത് ആവശ്യമാണ് എന്ന തരത്തിലുള്ള പല ചർച്ചയും ഇതിനു മുന്നേ ചെറുതും വലുതുമായിട്ടൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്ര പരസ്യമായിട്ട് ഒരു ജില്ലാ കൗൺസിലിൽ ആവശ്യം ഉന്നയിക്കുന്നത് ഈ അടുത്ത കാലത്ത് ആദ്യമാണ്. അവർ വളരെ അതൃപ്തരാണ്. LDF എന്ന സംവിധാനത്തിൽ വളരെ അതൃപ്തരാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാനം രാജേന്ദ്രൻ CPI-യുടെ സെക്രട്ടറി ആയിരിക്കുന്ന ആ തുടക്ക സമയത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടും മറ്റുമൊക്കെ ആർജവത്തോടെ പറഞ്ഞിരുന്നു. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തണമെന്നും തിരുത്താൻ ആവശ്യപ്പെടുകയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എപ്പോഴും അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിൽ കൂടി ഒരു കേസുണ്ടെന്ന വിവരം മാധ്യമങ്ങൾ പുറത്തറിയിക്കുകയും പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം നിശബ്ദനാകുകയും ചെയ്തു. പിന്നീട് അസുഖബാധിതനാകുന്നു. അദ്ദേഹം ഈ അടുത്ത കാലത്ത് അന്തരിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം കൃത്യമായ ഒരു നിലപാടെടുക്കാനോ ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനോ CPI-ക്ക് കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഈ ലോക്സഭയിലെ വമ്പൻ തോൽവിയിൽ പരസ്പരം കുറ്റപ്പെടുത്താൻ ആവാതെ, അതായത്
പിണറായി വിജയനെതിരെ പോലും ഒന്ന് വിരൽ ചൂണ്ടാൻ പോലും ആവാതെ അടിമകൾ ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള മറ്റൊരു ഘടകകക്ഷി മുന്നണി മാറ്റത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുന്നു, ചർച്ച ചെയ്യുന്നു എന്ന് തന്നെ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ്. അതേപോലെ തന്നെ LDFിലേക്ക് വരാനുള്ള ലീഗിൻ്റെ വാതിലുകൾ കുറച്ചുകൂടി മലർക്കെ തുറക്കപ്പെടാനാണ് ഈ സാഹചര്യത്തിൽ കൂടുതലും സാധ്യത. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.